തുടക്കം എന്ന് പറയുന്നത് ഒരു കൊലുസിൽ നിന്നാണ്, അതെ വെള്ളിക്കൊലുസിൽ നിന്നാണെന്നുള്ളത്. അതെ ആ കഥ ഒന്നുകൂടി കേൾക്കണമെന്നുണ്ടായിരുന്നു. gold is definitely one of the very good best investments. Also നമ്മളത് ധരിക്കുന്നത് കൊണ്ട് നമ്മൾ ഫാഷൻ കോൺഷ്യസും ആവണം. പെണ്ണായാൽ പൊന്ന് വേണം എന്നൊന്നുമില്ല, പെണ്ണായാലും ആണായാലും പൊന്ന് വേണം. ട്രാൻസ്ജെൻഡർ ഒരു തീം കൊണ്ടുവരികയാണ് നിങ്ങൾ ഭീമയുമായി കൂട്ടിച്ചേർത്തുകൊണ്ട്. അങ്ങനെ ഒരു ഐഡിയയിലേക്ക് പോവുക. I am not saying it was 100% accepted by everybody because നമ്മുടെ society is very complex. രാജ രവിവർമ്മ പെയിന്റിങ്സ് മുതലേ gold is always there somewhere on the woman, and a woman is always look beautiful with gold. Even if you look at it, like people want to keep updating their iPhones or whatever, അതൊക്കെ വാല്യൂ കുറയത്തല്ലേ ഉള്ളൂ വിത്ത് ടൈം. ഇത് അങ്ങനെയല്ലല്ലോ. പക്ഷെ മാമിനെ എപ്പോഴും കാണുമ്പോഴും ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് മാമിനെ കാണാറ്. ഞാൻ സിമ്പിൾ ഒന്നും അല്ല. ഭീമ ജ്വല്ലേഴ്സിന്റെ സാരഥികളായ ഗായത്രി സുഹാസ്, അതുപോലെ മകൾ നവ്യ സുഹാസ് എന്നിവരാണ് കൂടെയുള്ളത്. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ തന്നെ ആദ്യം തുടക്കത്തിൽ തന്നെ എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി റെഫർ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലാതെയും ഞാൻ കേട്ടിട്ടുള്ള ഒന്നാണ്, ഭീമയുടെ സ്വർണ്ണമാണെങ്കിൽ നമുക്ക് കണ്ണുകൂട്ടി വാങ്ങിക്കാം. അങ്ങനെ ഒരു ലേബൽ ഇപ്പൊ തന്നെ ഭീമയ്ക്കുണ്ട്, അത്ര ഒരു സ്വീകാര്യതയുണ്ട്. അത് ഭീമ നേടിയെടുത്തത് എങ്ങനെയാണ്? First of all, I think we were the first jeweler to have 916 jewelry, hallmarked jewelry. പിന്നെ ഇപ്പം ആസ് ഓഫ് ടുഡേ നമുക്ക് ഇത് തന്നെ നല്ല ഭംഗിയിൽ ഫോളോ ചെയ്ത് പോകാനായിട്ട് QC നമുക്കൊരു 2-3 സ്റ്റെപ്സ് ഉണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യത്തില്ല. സോ ഐ ഡോണ്ട് തിങ്ക് there is anybody here who will say that we've got a product from Bhima and it is not up to the mark, because QC അത്ര കെയർഫുൾ ആയിട്ട് ഞങ്ങൾ നോക്കും. So it's as simple as that. We do a job well at the prelim stage. അതുകൊണ്ട് മാത്രം. And ഇത് പണ്ട്, because we were the first people to come up with hallmarking and 916 and all that. And grandfather, my father, they all believed that gold, all that is connected to goddess Lakshmi, and therefore everything that we do has to be pure, neat and transparent. അത് ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്നു. ആൻഡ് ടെക്നിക്കലി വി ഫോളോ ഇറ്റ് അപ്പ് QC. ഞാൻ പറഞ്ഞ പോലെ ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എങ്കിൽ കൂടിയും ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഫീൽഡ് കൂടിയാണിത്. ആ സമയത്തായിരുന്നു തിരുവനന്തപുരത്ത് ഭീമയുടെ 2 ഷോറൂമുകൾ 200 കോടി ക്രോസ് ചെയ്യാണ് ഒറ്റ ദിവസം കൊണ്ട്, 200 കോടിയുടെ വരുമാനം. അങ്ങനെ ഒന്നിലേക്ക് എത്തുക എന്ന് പറയുന്നത്, അത്രത്തോളത്തേക്ക് എത്തുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ലല്ലോ ഈ വഴിയിലൊക്കെയും. അല്ല. സോ 2 or 3 things. ഇത് ഞങ്ങളുടെ 100th year ആണ്. സോ we wanted to do something that is different, which nobody has done. അപ്പോൾ ഞങ്ങൾ, ഇഫ് യു നോട്ടിസ്ഡ്, ഒരു ആഡ് പോലും ഡിസംബർ ടൈമിൽ നമ്മൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു സാധനം നടക്കുന്നുണ്ട് എന്ന് കൊടുത്തില്ല. സോ all we did was we systematically followed up with calls to our customers. അത്രയ്ക്കും സിമ്പിൾ ആണത്. We have a very good customer base, and at Bhima we like to think that ഞങ്ങളുടെ മാർക്കറ്റ് ഷെയർ is very good. So we just played on that and it worked so beautifully. നവ്യ മാർക്കറ്റിങ്ങിന്റെ കാര്യങ്ങളും കൂടി നോക്കുന്നു. ആ സമയത്താണ് ഭീമയുടെ ഒരു പരസ്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു. ഒരു ട്രാൻസ്ജെൻഡർ ഒരു തീം കൊണ്ടുവരികയാണ് നിങ്ങൾ ഭീമയുമായി കൂട്ടിച്ചേർത്തുകൊണ്ട്. അങ്ങനെ ഒരു ഐഡിയയിലേക്ക് പോവുക, കാരണം ഈ ഒരു സിനാരിയോയിലൊന്നും ആരും അത്രയും ചിന്തിക്കാൻ മെനക്കെടാത്തൊരു ഐഡിയ കൂടിയായിരുന്നു അത്. അതിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? വലിയ സ്ട്രാറ്റജി ആയിട്ട് ഞാൻ ആലോചിച്ച് ചെയ്ത ഒരു കാര്യം അല്ലായിരുന്നു. ആക്ച്വലി നമ്മളെല്ലാം ഒരു 2 to 3 years ഒരു ബ്രാൻഡിങ് വീഡിയോ എടുക്കാറുണ്ട്, which we use for a period of 2 to 3 years, then we shoot something new. So ആ ഒരു പ്രോസസ്സിലാണ് ഞാനും കുറച്ചൊക്കെ ഇൻവോൾവ് ആയി തുടങ്ങിയത്. When discussions about a new branding ad that has to be taken started, അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പിച്ച് ചെയ്തു, ആൾക്കാർക്ക് ആ ഐഡിയ ഇഷ്ടപ്പെട്ടു. I think it was also during a time when there was a lot of changes happening in society at large, and even on digital mediums, conversations were starting about a lot of these kind of topics. Appo enike if Bhima is a brand who was turning 100 at that time, now we've turned 100, if we spoke about something like this, it will be very relevant and groundbreaking. And enike oru confidence undayirunnu.
I followed through with it and it worked out, God willing, very well. ഓക്കെ. അത് വന്നതിന് ശേഷം, ആ ഒരു പരസ്യം വന്നതിന് ശേഷം, ആ കമ്മ്യൂണിറ്റിയിൽ നിന്നാണെങ്കിലും അല്ലാതെ പുറത്തു നിന്നാണെങ്കിലും വരുന്ന ഒരു കമന്റ്സ് ഉണ്ടാവുമല്ലോ, അതെ, അത് എത്രത്തോളം പ്രഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്? that is the most precious actually. നമുക്ക് I think even now we receive such warm messages of people saying that, you know, this was a difficult topic for us to broach at home. We could never dream of even bringing this up. But when a brand like Bhima ഇങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുമ്പം നമുക്ക് ഭയങ്കര എളുപ്പമാണ്, ഇതൊരു നോർമൽ രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് എളുപ്പമായി എന്നുള്ള കുറേ മെസ്സേജസ് ഇപ്പോഴും നമുക്ക് കിട്ടാറുണ്ട്. ദാറ്റ് ഈസ് ഐ തിങ്ക് our biggest reward from the whole ad campaign. I think that's our takeaway from it. അങ്ങനെ ഒരു പരസ്യം എടുക്കുമ്പോഴും ഉള്ളിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് എങ്ങനെയായിരിക്കും പുറത്ത് എങ്ങനെയായിരിക്കും ഇത് സ്വീകരിക്കുക എന്നുള്ളൊരു. കാരണം ഭീമ പോലെ ഒരു ബ്രാൻഡ് ഇത് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് നിങ്ങളുടെ ബിസിനസിനെ കൂടി ബാധിക്കുക എന്നത് കൂടി ചിന്തിക്കുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയായിരുന്നില്ലേ? ഡെഫിനറ്റ്ലി. ആൻഡ് ചെറിയ രീതിയിൽ ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. ഐ എം നോട്ട് സേയിങ് ഇറ്റ് വാസ് 100% accepted by everybody because നമ്മുടെ സൊസൈറ്റി ഈസ് വെരി കോംപ്ലെക്സ്. ദർ ആർ ഓൾ സോർട്സ് ഓഫ് പീപ്പിൾ. എല്ലാവരെയും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. ബട്ട് ഒരു 100-year ബ്രാൻഡിന് ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ ഐ തിങ്ക് ദർ ഇസ് നത്തിങ് മോർ revolutionary than that. And I'm glad we were able to do that. There was fear, there was apprehension, but there was more confidence to go through with it. അതുപോലെ മാം ഒരുപാട് ഇപ്പൊ വീഡിയോകളിലാണെങ്കിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭീമയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരു കൊലുസിൽ നിന്നാണ്, വെള്ളിക്കൊലുസിൽ നിന്നാണെന്നുള്ളത്. ആ കഥ ഒന്നുകൂടി കേൾക്കണമെന്നുണ്ടായിരുന്നു. So my grandfather Bhima Bhattar actually started ആ സമയത്ത് 1925 ആ സമയത്തൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി they were doing trade ആലപ്പുഴയിൽ. അപ്പോൾ അവർക്ക് ആക്ച്വലി ത്രൂ ഗോൾഡ് കോയിൻസ് ആയിരുന്നു പേയ്മെന്റ്സ് പോയിക്കൊണ്ടിരുന്നത്. സോ മൈ ഗ്രാൻഡ് ഫാദർ സോ ദാറ്റ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി. അപ്പം അവിടെ പണ്ട് ആ 25 ആ ടൈമിലൊക്കെ ഗോൾഡ് ഷോപ്സ് ആയിട്ടില്ല, ആശാരി വീട്ടിൽ വന്ന് പണിത് തരും, അങ്ങനെയായിരുന്നു. അപ്പം ഇത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടതുകൊണ്ട് മൈ ഗ്രാൻഡ് ഫാദർ melted my grandmother's colisa. He made that a glass, that silver glass. അത് സെല് ചെയ്ത് കോയിൻസിലോട്ട് കൊടുത്തു. അങ്ങനെയായിരുന്നു തുടക്കം. സോ ടുവേർഡ്സ് ദ ഗോൾഡ് കോയിൻസ് ദാറ്റ് വർ പെയ്ഡ് ഫോർ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പേയ്മെന്റ്, അതായിരുന്നു തുടക്കം. ആൻഡ് വി ആർ സോ ഗ്ലാഡ് ഹി ഡിഡ് ദാറ്റ്. അതുപോലെ ഭീമാന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു കുട്ടിയാണ്, രണ്ട് കൈയും കുട്ടി. അങ്ങനെ ഒരു ലോകം, അത് വരാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഇത് we've been asked this before. പണ്ടത്തെ കാലത്തെ ഒരു ലോഗോന്റെ I don't think anything was thought so much with so much of so we wanted a friendly a cute, relatable, welcoming boy with arms outstretched, wearing a simple ഒരു മുത്തുമാല ഇടുന്നു. And if you see logos, I think if the brand does well, your logo will be so the bottom line is we wanted to make it big and have a logo that is very relatable. അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. The only thing is സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോഗോ ആണ്. Yes. And അത് ആൾക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു പയ്യൻ. പേര് എഴുതണ്ട, ആ ഒരു ലോഗോ എവിടെ കണ്ടാലും ഇത് ഭീമയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക്. And having said that, if your brand doesn't do well, ഈ ലോഗോ ആരും ശ്രദ്ധിക്കില്ലല്ലോ. അത് ശരിയാണ്. അല്ലേ? So our aim was to make it really big and therefore enliven or give life to this simple Bhima Kuttan, Bhima boy. ഇപ്പൊ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആളുകളാണെങ്കിലും അവർ ധരിക്കുന്ന മാലകളിലും ഒക്കെ മാറ്റങ്ങളുണ്ട്. അപ്പൊ നമ്മൾ മാർക്കറ്റിലേക്ക് നമ്മുടെ ഒരു സാധനം ഇറക്കുമ്പോൾ രണ്ടുപേരെയും നമ്മൾ തൃപ്തിപ്പെടുത്തണം, പഴയ തലമുറയെയും പുതിയ തലമുറയും ഒക്കെ തൃപ്തിപ്പെടുത്തണം. അതൊരു വലിയൊരു ബാരിയർ തന്നെയല്ലേ? അതിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത്? So we have different, like you said, different segments of people coming to us. ഇപ്പൊ നമ്മുടെ Galleria, Bhima Galleria is our boutique jewelry. അത് കുറച്ചും കൂടെ പ്രീമിയം ആൻറ്റീക്സ്, polki, kundan, stones വെച്ചിട്ടുള്ള jewelry ആണ്. And the market for that is huge and we are catering to that. At the same time we have a strong diamond customer base. അത് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ അതിലോട്ട് വരും. I'd like to think we have something for everybody. Everybody who walks into Bhima, whatever they have in mind, I think we can offer that to them. അതിനുള്ള ഏർപ്പാടുകൾ നമ്മൾ ഈ വലിയ ഷോറൂമിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇപ്പൊ പ്ലെയിൻ യെല്ലോ ഗോൾഡ് ആയാലും അതിനും വി ഹാവ് എ ബിഗ് മാർക്കറ്റ്. പക്ഷെ ഈ ഡിസൈൻസ് ഒക്കെ മാറുകയല്ലേ, ആളുകളുടെ തോട്ടിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം പലരും നീല ചെയിൻ ധരിക്കുക അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ വരുമ്പം ഈ ഡിസൈൻസിലൊക്കെ കൊണ്ടുവരുന്ന മാറ്റം, ഇപ്പൊ ചില ആക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും, ആക്ടേഴ്സ് ഒക്കെ ധരിക്കുന്നത് ചിലപ്പോൾ അവർ പല ഡിസൈൻസ്, താമര തൊട്ട് പലതും അവരവരുടെ മാലകളിലൊക്കെ ഡിസൈൻ ചെയ്ത് വരികയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ആളുകൾ, പല തരത്തിലുള്ള ആളുകളെ ആകർഷിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം എളുപ്പമുള്ള ഒരു കാര്യമാണ്? ഐ തിങ്ക് കീപ്പിംഗ് ourselves up to date. നമ്മളിപ്പോ കുറെ ജ്വല്ലറി എക്സിബിഷൻസിന് പോവാറുണ്ട്, നമ്മൾ ട്രെൻഡ്സിനെ ഫോളോ ചെയ്യുന്ന. ഐ നോ ഫോർ എ ഫാക്ട് ദാറ്റ് me and Gayatri ma'am do that. So we like to keep in touch with suppliers across the country. മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ആളുകളുടെ ആ ഒരു, അവർക്ക് ഇത് ആവശ്യമുണ്ട് എന്നുള്ളത്? Go ahead. കസ്റ്റമർ ഡിമാൻഡ് എങ്ങനെയാ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഐ തിങ്ക് വി ഹാവ് അവർ ഇയേഴ്സ് വെരി റൂട്ടഡ് ടു ദ ഗ്രൗണ്ട് ഓൾസോ. വെൻ എ കസ്റ്റമർ കംസ്, there's a certain trend that people have been asking for, then we definitely get to hear that from the staff also quickly. And we have a purchase team that's pretty strong, and പെട്ടെന്ന് ഈ ചേഞ്ചസിന് മാറ്റി എടുക്കാൻ പറ്റുന്ന ഒരു ടീം നമുക്കുണ്ട്. ആൻഡ് വി കീപ് our ears to the ground is what I would say. We are responsive to what the customer demands as well. And also namal fashion, if you are, see, gold is definitely one of the very good best investments. Also namal adu dharikkunnathu kondu namal fashion conscious aavanam. So we make sure, two of us especially make sure that we are fashion forward. In our head we keep watching, updating, idu trend il varum, ഇത്തരം ആളുകൾക്ക് ആവശ്യക്കാരുണ്ടാവും, these pieces can be timeless. അതൊക്കെ നമ്മളും കുറച്ച് അവെയർ ആവണം. That's part of our job. I'm sure everybody does that. And because we are women, we are, I think, more tuned to fashion as well. അതും കുറച്ച് നോർത്തിന്റെയും ഇപ്പൊ ഇൻഫ്ലുവൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ. അപ്പൊ പോൾക്കി ആൻഡ് ദോസ് കൈൻഡ് ഓഫ് സ്റ്റോൺസ് വലിയ രീതിയിൽ ആൾക്കാർ ചോദിക്കുന്നില്ലെങ്കിലും നമ്മൾ സ്റ്റോറിൽ വെച്ച് അത് ആൾക്കാരിൽ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. പീപ്പിൾ ആർ കൺസിഡറിങ് ദോസ് കൈൻഡ് ഓഫ് സ്റ്റോൺസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, വിച്ച് വാസ് നോട്ട് ദ കേസ് എ ഫ്യൂ ഇയേഴ്സ് അഗോ. സോ ചിലപ്പോൾ നമ്മളും കുറച്ച് ഇത് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് വെച്ചിട്ട് നമ്മളും കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്, വിച്ച് സംടൈംസ് വർക്ക്, സംടൈംസ് ഡസന്റ്. ബട്ട് ഇറ്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ തിങ്ക് കോൺസ്റ്റന്റ്ലി ഇന്നോവേറ്റിംഗ്, ദാറ്റ്സ് ദ കീ ടു ഇറ്റ്. ഇപ്പൊ ചിലര് അക്ഷയ തൃതീയ ആ സമയത്തൊക്കെ സ്വർണം വാങ്ങിക്കുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കും. ആ സമയത്തൊക്കെ വന്ന് സ്വർണം വാങ്ങിക്കുന്നവരുണ്ട്. ചിലർ ദീപാവലിക്കൊക്കെ വന്ന് വാങ്ങിക്കും. അങ്ങനെ സ്വർണം വാങ്ങിക്കാൻ ഒരു പ്രത്യേക ഡേ ഉണ്ടോ? ഈ ഡേകളിലൊക്കെ വാങ്ങിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? See, നമ്മുടെ according to our Hindu tradition, scripture, ചിലതില് ഇന്ന ദിവസം മെറ്റൽ മേടിച്ചാൽ നല്ലതാണെന്നൊക്കെ ഉണ്ട്. Okay, if you leave that is like very debatable now. ഇപ്പം അതല്ലെങ്കിൽ പോലും compared to last year, what is the rate today? ഏതായാലും ഐശ്വര്യം വരുമല്ലോ എന്ന് മേടിച്ചാ അങ്ങനെ നോക്കിയാൽ പോരെ. So anyway, this is a beautiful investment, and your scriptures also say that this day is meant for, it is going to bring you aishwaryam. How can you debate with that? If you look at it practically also, you are investing to a better tomorrow. That definitely aishwaryam undavullo. And your scripture says that on that particular day, that's going to bring you more blessings or അത്രേ ഉള്ളൂ. ഈ വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ ചിലർ കാത്തിരിക്കുന്നുണ്ട്, ഇപ്പൊ വില കുറയും, കാരണം സ്വർണത്തിന്റെ വില ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വില കുറഞ്ഞിട്ട് വാങ്ങാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നത് നല്ലതാണോ അതോ ദോഷമാണോ? That is $1 million question. നമുക്ക് പോലും actually it's very difficult to predict. Of course, the rate may go up or it may come down എന്നുള്ള predictions ഉണ്ട്. We've also gone terribly wrong. So I think if you have the money, it's better to buy it. There's no wrong time to invest in gold. I think whenever എനിക്കും ഇപ്പം I've started earning recently. ഞാനും കണ്ടെടുത്തോളം ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ഞാൻ എല്ലാ മാസവും ഗോൾഡിൽ കുറച്ച് എമൗണ്ട് ഇടാറുണ്ട്, ആൻഡ് ദാറ്റ്സ് ഓൺലി ഗോൺ അപ്പ് ഇൻ റിട്ടേൺസ് ഫോർ മീ. And if you don't want to wear jewelry, I would say even for youngsters, gold bars or coins, you start with that. It's always a good investment in my opinion. And having said that yellowness in the gold, varying shades, it complements the Indian skin so beautifully. You cannot go wrong. Gold will always enhance your beauty. ഞാൻ അങ്ങനെയും പറയും. അതായത് ഇപ്പൊ നമ്മള് വില കുറയുന്നത് നോക്കിയിരിക്കണം, നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. Definitely that is the smart thing to do now.
പൊതുവില് ഇന്ത്യയിലാണ് ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങളോടൊക്കെ ഒരു വല്ലാത്തൊരു സ്നേഹം കാണാറ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു മാർക്കറ്റ് വിപുലമാകുന്നതും ഇങ്ങനെ സ്വർണത്തോടുള്ള ഒരു ഇഷ്ടം കൂടുന്നതും എന്തുകൊണ്ടായിരിക്കും? ഒരു ആഭരണം ധരിക്കുക എന്നതിലുപരി അതിനെ മറ്റേതെങ്കിലും രീതിയിലേക്ക് ഇന്ത്യക്കാർ യൂസ് ചെയ്യുന്നുണ്ടോ? See, India മാത്രമല്ല, I think China is also a huge consumer for gold. ഏഷ്യൻസിന് ഗോൾഡിനോട് ഒരു താല്പര്യം ഉണ്ട്. പിന്നെ നമുക്ക് കുഞ്ഞ് ജനിക്കുന്ന ടൈം മുതൽ 28 നമ്മൾ ഇടും. സോ ഇറ്റ് ഇസ് ദെയർ ഇൻ യുവർ സ്ക്രിപ്റ്റേഴ്സ് ഓൾസോ, ഇല്ലേ? പിന്നെ കുഞ്ഞിന്റെ ടങ്ങിലൊക്കെ എഴുതിക്കൂല്ലേ, അത് സ്വർണം കൊണ്ട് ഇത് എഴുതിക്കുവാണെങ്കിൽ ഐശ്വര്യമാണ്. പിന്നെ ഇറ്റ് ഇസ് എ കമോഡിറ്റി ദാറ്റ് ഇസ് ഓൺലി ഗോൺ അപ്പ് ഇൻ പ്രൈസ്. അപ്പൊ ഇതെല്ലാം ആയതുകൊണ്ട് ആൻഡ് യുവർ ട്രഡീഷണൽ അറ്റയർ ഗോൾഡ് ഉണ്ടല്ലോ, രാജ രവിവർമ്മ പെയിന്റിങ്സ് മുതലേ ഗോൾഡ് ഇസ് ഓൾവേസ് ദർ സംവെയർ ഓൺ ദ വുമൺ ആൻഡ് എ വുമൺ ഇസ് ഓൾവേസ് ലുക്ക് ബ്യൂട്ടിഫുൾ വിത്ത് ഗോൾഡ്, ഇല്ലേ? അപ്പൊ അതിൽ തെറ്റ് വരാൻ ചാൻസ് ഇല്ല. ആൻഡ് ഇറ്റ്സ് എ കമോഡിറ്റി ദാറ്റ്സ് ഗോയിങ് അപ്പ്. That is one reason. And like you were saying, Indians have a partiality for gold. It is the best investment a father and mother can give the child. And it makes you look beautiful. And it is there in your scriptures. ഇത് 3 റീസൺസും പോരെ നമുക്ക്, അല്ലേ? ഇപ്പോ യങ്സ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലോ ഗോൾഡ് കോയിനിലേക്കൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ടെന്ന്. പക്ഷെ പലരെങ്കിൽ പോലും ആളുകൾ സ്വർണത്തെ കുറിച്ച് ചിന്തിക്കുക ഒരു കല്യാണം വരുമ്പോൾ മാത്രമാണ്. ഇത് കല്യാണമാണ്, അപ്പോൾ അതിനു വേണ്ടി മാത്രമായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അല്ലാതെ ആദ്യമേ ഇത് പർച്ചേസ് ചെയ്ത് വെക്കുന്നത് ഭയങ്കര റെയർ ആണ്. രക്ഷിതാക്കളായിരിക്കും പിന്നെയും ചെയ്യുന്നത്. അപ്പൊ ഈ യങ്സ്റ്റേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? കാരണം അവരിപ്പോഴേ ഇത് തുടങ്ങുന്നതില് അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്തായിരിക്കും? ഇതിപ്പോ കല്യാണം എന്നത് മാത്രമല്ല, ഈ സ്വർണം എന്നത് പർച്ചേസ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമുക്ക് ഭാവിയിൽ എത്രത്തോളം ഇത് ഉപകാരപ്പെടുമെന്നാണ് നിലവിലെ ഒരു സിനാരിയോ വെച്ചിട്ട് പറയാൻ പറ്റുക? അല്ല, ആസ് എ കമോഡിറ്റി ഗായത്രി മാം പറഞ്ഞതുപോലെ ഇറ്റ്സ് സ്റ്റുഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. ഇഫ് യു ലുക്ക് അറ്റ് ഗോൾഡ് പ്രൈസസ് ഒരു 20 വർഷം മുമ്പ് ആൻഡ് ഇപ്പോഴത്തെ ഒരു ഗോൾഡ് പ്രൈസ് ഇറ്റ്സ് സ്കൈ റോക്കറ്റിംഗ് ടു അനദർ ലെവൽ. ഇപ്പോ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറെ ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ്സ് ആയാലും. അതിലേക്കായിരുന്നു ഞാൻ വരുന്നത്. കാരണം ആളുകൾ കൂടുതലും ചിന്തിക്കുക സ്റ്റോക്ക് മാർക്കറ്റിംഗ് അതൊക്കെയാണ് സേഫ്, നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കി തരുന്നത് എന്നുള്ളതാണ്. പക്ഷെ സേഫ്റ്റി വൈസ് നോക്കുവാണെങ്കിലും ഐ തിങ്ക് ഗോൾഡ് ഇസ് ദ സേഫസ്റ്റ് ബെറ്റ് കമ്പയർഡ് ടു ഓൾ ഓഫ് ദീസ് പ്ലാറ്റ്ഫോംസ്. ഞാൻ കുറച്ച് സ്റ്റഡി ചെയ്ത ഒരു കാര്യമാണ്, ബിക്കോസ് ഐ വോണ്ട് മാക്സിമം റിട്ടേൺസ് ഓൺ മൈ ഇൻവെസ്റ്റ്മെന്റ്സ്. ആൻഡ് ഗോൾഡ് ആൻഡ് സിൽവർ ആണ് സത്യം പറഞ്ഞ ഷൈനിങ് എക്സാമ്പിൾസ് ഓഫ് ദാറ്റ്. ഇപ്പോൾ കുറേ ഫാഡ്സ് ഇപ്പോൾ ഉണ്ട്, ക്രിപ്റ്റോയുടെ ആയാലും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ വന്നു പോകുന്നുണ്ട്. പക്ഷെ സംതിങ് ദാറ്റ്സ് steady and that's been part of our culture and society and that's only gone up in value is gold. പക്ഷേ ഈ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങിക്കാനോ ആളുകൾ മടിക്കുന്നത് സൂക്ഷിക്കാനുള്ള ഒരു വിഷമം കൊണ്ടായിരിക്കും. അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ? ഇപ്പൊ നമ്മൾ കയ്യിൽ വാങ്ങി സൂക്ഷിച്ച് തന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. അതല്ലാതെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ? So we have our gold schemes here which ഒരു monthly amount വെച്ചാൽ നിങ്ങൾക്ക് ഒരു you're protected against the rising gold rate, but at the same time you're investing in the commodity as well. But I would still say പറ്റുമ്പോഴൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കോയിൻസോ അല്ലെങ്കിൽ ആഭരണങ്ങൾ മേടിച്ച് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് ഒരു ലോങ് ടേമിൽ നോക്കുമ്പം ഒരു സേഫസ്റ്റ് റിട്ടേൺസ് തരുന്ന ഒരു കമോഡിറ്റി തന്നെയാണ്. ആൻഡ് ഐ വുഡ് urge all youngsters to consider gold as an investment opportunity and start investing in it young. You can start with the smallest of amounts, but keep aside an amount for gold and silver is my opinion. You know, even if you look at it, like people want to keep updating their iPhones or whatever. അതൊക്കെ വാല്യൂ കുറയത്തല്ലേ ഉള്ളൂ വിത്ത് ടൈം. ഇത് അങ്ങനെയല്ലല്ലോ, ഓരോ ടൈമിലും വില കൂടുന്നുണ്ട്. 100% ഇത് അങ്ങനെ ക്രാഷ് ആവാൻ ചാൻസേ ഇല്ല. കുറഞ്ഞും കൂടിയും നിൽക്കാം ഡെഫിനറ്റ്ലി, ബട്ട് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ക്രാഷ് ലൈക്ക് യുവർ സ്റ്റോക്ക് മാർക്കറ്റ്. അങ്ങനെ വരാനേ ചാൻസ് ഇല്ല. ഇൻഫാക്ട് കോവിഡ് സമയത്ത് വേറെ എല്ലാം ക്രാഷ് ആയി ഭയങ്കര ഒരു മോശം ഇതിൽ നിന്നപ്പം ഗോൾഡ് വാസ് a safe haven for so many people. അവർക്ക് അത് വിറ്റ് കുറെ അവരുടെ മെഡിക്കൽ ബിൽസ് ആയാലും they were able to clear. It was a strong commodity for a lot of people during difficult times. So I think that's the biggest example. I feel ഇപ്പൊ ലാൻഡും ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ലാൻഡ് മേടിക്കാൻ ഒരു ബയർ വരണ്ടേ? ഈ ഗോൾഡ് നമുക്ക് എത്ര ക്യാഷ് വേണോ അത്രയും വിറ്റാ പോരെ, immediately you get your money. You don't have to wait at all. So it is a very smart thing to do that. ഇപ്പൊ ഗോൾഡ് ലോൺ ഒക്കെ എടുക്കുമ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ അല്ലേ? ഇത് ഫുൾ ഈ ലാൻഡിന് ബയർ വേണം, അത്
കുറെ മാസങ്ങൾ എടുക്കാം. പിന്നെ ഗോൾഡ് ആണെങ്കിൽ യു ഗോ ടു യുവർ ജുവലർ, എത്ര വേണം, ഹൗ മെനി ലാക്സ് ഇസ് ഇറ്റ് ദാറ്റ് യു വാണ്ട്, അത്രയും വിറ്റാ പോരെ. കാരണം ഇത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഇപ്പൊ പെട്ടെന്നൊരു ക്രൈസിസ് വരുമ്പോൾ ഞാൻ എന്റെ കയ്യിലുള്ള സ്വർണ്ണം ഒന്ന് നമ്മളടുത്ത ഫിനാൻസിലോ അല്ലെങ്കിൽ ബാങ്കിലോ വെച്ച് പെട്ടെന്നൊന്ന് ക്രൈസിസ് മാറ്റാനാണ് നോക്കുന്നത്. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പലരും ഇതിനെക്കുറിച്ച് ഈ ഒരു തരത്തിലേക്ക് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്, ഇത് വാങ്ങിച്ചു വെക്കുന്നത്. കാരണം പലരും ഇത് യൂസ് ചെയ്യുമ്പോൾ മേ ബി ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള പ്രശ്നമൊക്കെ ആയിരിക്കും ചിലരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല, ഇറ്റ് ഇസ് ഒരു ട്രഡീഷണൽ വേ ഓഫ് ബൈങ്. ഇപ്പൊ പെൺകുട്ടി ഉണ്ടെങ്കിൽ സ്വർണം മേടിക്കുക, ഇത് ഒരു ട്രഡീഷണൽ തിങ്കിങ്ങിലോട്ട് പോയത് കൊണ്ടാവാം യങ്സ്റ്റേഴ്സ് അതിലോട്ട് വരാത്തത്. എനിക്ക് ഐ ഫീൽ ഇറ്റ് ഇസ് യുവർ സ്മാർട്ടസ്റ്റ് പർച്ചേസ്. And in fact, it's gender neutral. Investing in gold doesn't have to be only for the girl പെൺകുട്ടിക്ക് child. മാത്രമല്ല ആൺകുട്ടിക്കും ഇത് ചെയ്യാം. Definitely. അത് എപ്പോഴും ഒരു സ്ട്രോങ് കമോഡിറ്റി ആയിട്ട് നിൽക്കുന്ന കാര്യമാണ് ഗോൾഡ്. ഒരു ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്, ഇൻ ഗുഡ് ടൈംസ്, എല്ലാ സമയത്തും നിൽക്കുന്ന ഒരു ഇതാണ്. സോ ഐ വുഡ് urge everybody to invest in. ഇപ്പൊ ഭീമയുടെ ഒരു പരസ്യമുണ്ട്, പെണ്ണായാൽ പൊന്നു വേണം, പൊന്നും കൂടെ മായിടണം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. എനിക്ക് തോന്നുന്നു അത് വന്നതിന് ശേഷം ഇപ്പോൾ പലരും അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് രംഗത്ത് വരുന്നുണ്ട്. അത് അത്തരത്തിൽ ക്രിറ്റിസിസം വരുമ്പോഴാണെങ്കിൽ കൂടിയും അതിലൊരു മാറ്റം വരുത്തണം എന്ന് ഫീൽ ചെയ്യാതിരുന്നത്. ഡെഫിനറ്റ്ലി. സി this jingle was created so many years ago. ആ ഒരു വേൾഡിലേക്ക്, ആ ഒരു ടൈമിലേക്കുള്ള പാട്ടാണ് അത്. പഴയ പാട്ടല്ലേ, ആ ട്യൂൺ ഇസ് മെമ്മറബിൾ. The words need to change for sure. അല്ല, ഡെഫിനറ്റ്ലി ദാറ്റ് ട്യൂൺ ഇസ് സംതിങ് മറക്കാൻ പറ്റാത്തൊരു ട്യൂൺ അല്ലേ. പക്ഷേ the words have to change. Society has changed. അപ്പൊ നമ്മള് ഡെഫിനറ്റ്ലി അതിന്റെ ഒപ്പം നമ്മൾ മാറിയാലേ പറ്റുള്ളൂ. It has to change. പെണ്ണായാൽ പൊന്നു വേണം എന്നൊന്നുമില്ല, പെണ്ണായാലും ആണായാലും പൊന്നു വേണം എന്നേ ഞാൻ പറയത്തുള്ളൂ. പേഴ്സണലി പറഞ്ഞിട്ടുണ്ടോ ഈ റൈം ഇത് മാറ്റണം എന്നൊക്കെ ആരെങ്കിലും വന്നിട്ട്? അങ്ങനെ ആരും അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് നമുക്കറിയാലോ. യു നീഡ് ടു ചേഞ്ച് the words in that for sure, not the tune. I genuinely believe that. അത് പിന്നീടാണ് ഈ പരസ്യം വന്ന് ഇപ്പോ ആളുകൾ ഇതിനെ കുറിച്ചൊക്കെ പൊളിറ്റിക്കൽ ഇൻകറക്ട്സ് ഒക്കെ പറഞ്ഞ് കുറെ ചിന്തിച്ചു തുടങ്ങിയ സമയത്തൊക്കെ ആളുകൾ ചോദിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, പെണ്ണായാൽ പൊന്നു വേണമെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? See, when you become a popular brand, everything about you will come under public scrutiny. അപ്പൊ അങ്ങനെ വന്നതാണ്. ഡെഫിനറ്റ്ലി we want to change the words. We are going to do that also. അത് ഏതായാലും മാറും. ഡെഫിനറ്റ് ആണത്. ആൻഡ് ഇത് ഒരു 60-70 years മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഒരു ലിറിക്സും കാര്യങ്ങളും ആയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ റെലവെന്റ് ആയിട്ടുള്ള ലിറിക്സും ട്യൂണും ഒക്കെ ആയിരുന്നു. We've done so many ads posts that we've done an anti-dowry campaign. We've done an ad campaign on transgender rights. So നമ്മളും സമയം മാറും തോറും നമ്മളും we are moving with the times. It's not like we're still stuck in that era and propagating that. അത് അങ്ങനെ അല്ല. We believe in moving with the times and reinventing ourselves constantly. അത് എഴുതിയ ആള് തന്നെ പറയുന്നുണ്ടായിരുന്നു, കാരണം അതിനെ നിങ്ങൾ അങ്ങനെ കാണണ്ട, അതൊരു റൈം മാത്രമാണ്. അതുപോലെ തന്നെ അദ്ദേഹം അതിന് ചില എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട്. ദൈവവിശ്വാസി അല്ലാത്ത ആളുകൾ ഭക്തിഗാനങ്ങൾ എഴുതുന്നുണ്ടല്ലോ, അതുപോലെ അതിനെ കാണുക. ബ്രാഞ്ച് ഇപ്പം ഈവൻ ദ ഗേൾ ചൈൽഡ്, പണ്ടത്തെ ഈ 20s വുമണും ഇന്നത്തെയും എന്ത് മാറ്റമാണ്. പണ്ട് ഈ പറഞ്ഞ പോലെ കൊച്ചു കൊച്ചു ബ്രൈഡ്സ് പോലും എന്ന് വെച്ചാൽ വെരി യങ് ബ്രൈഡ്സ് വുഡ് കം ഇൻ, where the parents would just automatically buy jewelry without asking the bride. ഇപ്പൊ അങ്ങനെയല്ല. കുട്ടിക്ക് പ്രൊമോഷൻ വന്നാലോ ഓർ ഐ ഡോണ്ട് നോ, ഷീ ലൈക്സ് ടു സെലിബ്രേറ്റ് ദാറ്റ്, അതിന് ഗോൾഡ് മേടിക്കാൻ വരും. ഈവൻ ജുവലറിക്കും ഷീ കൻ കം വിത്ത് ഹർ, ഷീ കംസ് വിത്ത് ഹർ കസിൻസ് ആൻഡ് ഫ്രണ്ട്സ് ഫസ്റ്റ്, പിന്നെ പേരൻസുമായിട്ട് വരും. So many things. It's not only for വെഡിങ് കേട്ടോ. The purchase is also happening otherwise. ഒരു നല്ല പ്രൊമോഷനോ ഗുഡ് doing well in a course or something, the girls want to come and buy diamonds or gold and we are more than happy to see that happening. ഒറ്റയ്ക്ക് വരും, ഫ്രണ്ട്സിന്റെ ഒപ്പം വരും. These are all revolutionary but small but beautiful changes അല്ലേ? അതെ അതെ. അപ്പോൾ that is definitely happening and we are seeing it. അതുപോലെ ആളുകളെ പെട്ടെന്ന് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഇപ്പൊ പരമ്പരാഗതമായി കൈമാറി വന്ന സ്വർണ്ണങ്ങൾ ഉണ്ടാകാം, അതിൽ ചിലപ്പോൾ ഹോൾമാർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ ഹോൾമാർക്ക് ഇല്ലാത്ത സ്വർണ്ണങ്ങൾ വിറ്റാൽ ശരിക്കും വില കിട്ടുമോ? നമ്മൾ ഏതായാലും പ്യൂരിറ്റി നോക്കിയിട്ടാണ് വിലയിരുത്തുന്നത്. സോ ദർ ഇസ് ഓൾവേസ് an opportunity. We actually run schemes in between where you can exchange ഓൾഡ് ഗോൾഡ് മാറ്റിയിട്ട് HUIDയും ഹോൾമാർക്ക് സ്വർണ്ണം മേടിക്കാനുള്ള കുറേ സ്കീംസ് നമ്മൾ
കൊണ്ടുവന്നിട്ടുമുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ടു ഡു ദാറ്റ്. പണ്ട് അങ്ങനെയല്ല, കാഡ്മിയം ഉണ്ട്, മറ്റേതുണ്ട്, അങ്ങനെയൊക്കെയാണ്. ഇപ്പം ദ ഗോൾഡ് കനോട്ട് ഗെറ്റ് പ്യൂറർ ദൻ ദിസ്. എവറിബഡി ഈസ് അവെയർ. 916ന്റെ മാർക്കുണ്ട്, പ്യൂരിറ്റി ഗവൺമെന്റിന്റെ സീലുണ്ട്. അതൊക്കെ യു ക്യാൻ വെരി വെൽ ഓൺ ദാറ്റ്. അത് പഴയത് മാറ്റിയിട്ട് അതിന്റെ വാല്യൂ ഹൗ മച്ച് എവർ ഇറ്റ് ഈസ്, ആ വാല്യൂ നമ്മൾ കൊടുക്കുമല്ലോ. ആൻഡ് ദെൻ യു ക്യാൻ ബൈ ദ ന്യൂ വൺ. ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് പോസിബിൾ. ഭീമയുടെ മാർക്കറ്റിംഗിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ടുള്ളത്, ഭീമ ഒരിക്കലും ആളുകളെ ഒന്നും അടിച്ചേൽപ്പിക്കാറില്ല, അല്ലെങ്കിൽ കമ്പൽ ചെയ്യുന്നത് കാണാറില്ല. ഇപ്പോൾ ചില വീടുകളിലൊക്കെ കല്യാണം ഓണമെന്ന് പറയുമ്പോൾ ആളുകൾ ജ്വല്ലറീസ് ഓടിപ്പോയിട്ട് ഞങ്ങളുടെ അടുത്ത് സ്വർണം വാങ്ങിക്കണം, ഞങ്ങൾ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ ഭീമ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി ആളുകളുടെ അടുത്തേക്ക് പോകുന്നത് കാണാറില്ല. ഭീമയെ ആളുകൾ തേടി വരുന്നതായിട്ടാണ് ഫീൽ ചെയ്യാറ്. എന്താണ് ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്? We've not thought about it. So I think it is a marketing tool that see, there is a public perception that ഭീമയുടെ സ്വർണം നല്ലതാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാറില്ല എന്നൊന്നുമില്ല. Our campaigns do say that okay, we are offering you this, അങ്ങനെയൊക്കെ that is there. പക്ഷെ നമ്മൾ ഇൻ യുവർ ഫേസ് ക്യാമ്പയിനിങ് ചെയ്യാറില്ല. അതെന്തുകൊണ്ടാണ് അത്? കാരണം ഇപ്പൊ എല്ലാരും അത് ചെയ്യുന്നുണ്ട്. ഭീമ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ട്? അല്ല, നമ്മളും ഇപ്പോൾ ഡോർ ടു ഡോർ ക്യാമ്പയിൻസും ഒക്കെ ചെയ്യാറുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് വി ആർ സിറ്റിംഗ് നോട്ട് ഡൂയിങ് എനി മാർക്കറ്റിംഗ്, അങ്ങനെ അല്ല. പക്ഷെ വി ഓൾസോ ബിലീവ് ദാറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ our product and our brand value should speak for itself. ഇപ്പം പ്രഷറൈസ് ചെയ്തിട്ട് ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഒരു സന്തോഷമില്ലാതെ പർച്ചേസ് നടത്തുന്നതിൽ നമുക്ക് അത്രയും വലിയ താല്പര്യമില്ല. നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യും ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ് സർവീസസ്, നമ്മൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത്രയും ശ്രമിക്കും. അത് ഡോർ ടു ഡോർ ആയാലും നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ത്രൂ ആയാലും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കസ്റ്റമർ ഹാസ് ദ ചോയ്സ് ടു purchase wherever they derive maximum satisfaction, and we hope that it's Bhima, but നമുക്ക് അടിച്ചേൽപ്പിച്ച് നടത്തേണ്ട മാർക്കറ്റിംഗിൽ we don't believe in that. അത് ലാസ്റ്റ് ചെയ്യത്തില്ലല്ലോ. ആ പെർസെപ്ഷൻ ഞങ്ങൾ എപ്പോഴും പറയും, ഇറ്റ്സ് നോട്ട് വാട്ട് യു സേ. ഭീമ എപ്പോഴും മനസ്സിലുണ്ടാവണം കസ്റ്റമറിന്. ആ ഒരു സാധനം, ട്രസ്റ്റ് ഫാക്ടർ, അതൊക്കെയാണല്ലോ ബിൽഡ് ചെയ്യേണ്ടത്. റിലേഷൻഷിപ്പും ട്രസ്റ്റും അത് സ്ട്രോങ് ആയ പിന്നെ കസ്റ്റമർ വരുമല്ലോ നമ്മുടെ അടുത്ത്. സോ വി വർക്ക് ഓൺ ദാറ്റ് സ്ട്രാറ്റജി. Pure gold, pure relationships. Pure is what our tagline is for everything. പരിശുദ്ധ സ്വർണം. So I think that has worked well. നമ്മളത് കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് സ്ട്രോങ് ആണ്. പക്ഷെ ഇൻ യുവർ ഫേസ് മാർക്കറ്റിംഗ് നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ല. God willing, we won't have to do it. അല്ലേ? Let us see. ഓക്കെ, ഈ ഡയമണ്ടും ഉണ്ട് സ്വർണ്ണം ഉണ്ട്, ആളുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആണ്, ഇതിൽ ഏതാണ് ബെറ്റർ നമ്മുടെ ഫ്യൂച്ചറിലായാലും, ഏതാണ് ബെറ്റർ എന്നുള്ള ഡൗട്ട് പൊതുവിൽ എനിക്ക് പേഴ്സണലി ഉണ്ടാവാറുണ്ട്. ഡയമണ്ട് ആണോ അതോ ഗോൾഡ് ആണോ നമുക്ക് കുറച്ചുകൂടി സെക്യൂർ എന്നുള്ളത്? See, at Bhima നമ്മൾ whatever it is that you return, അതിന്റെ ഫുൾ വാല്യൂ നമുക്ക് കിട്ടും. That is it. പിന്നെ ഇത് പേഴ്സണൽ ചോയ്സ് ആണ്. What you like. I personally am a big diamond. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡയമണ്ട്സ്. And it makes, see, it depends on your skin tone and all that. And if you return diamonds നാളെ അന്നത്തെ വാല്യൂ നിങ്ങൾക്ക് ഏതായാലും കിട്ടും. But having said that, I don't know, I think it's people's preferences. ഇപ്പം കുറെ മാറ്റങ്ങളും വരുന്നുണ്ട്. ഇപ്പൊ ഡയമണ്ട് ആയാലും ലാബ് ഗ്രോൺ ഡയമണ്ട്സ് is becoming extremely popular. It's at the end of the day നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചോയ്സ് ആണ്. My personal preference is gold, to be honest. Mine is diamond. So it's as varying as that. ഏതായാലും നിങ്ങൾ അത് തിരിച്ചു കൊടുക്കുവാണെങ്കിൽ അന്നത്തെ തുക കിട്ടും, അതിൽ സംശയമേ ഇല്ല. So I think, and the prices for both I think has been rising. If you ask me, price for gold has risen more. Definitely gold value ആണ് കുറച്ചുകൂടി കൂടിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പം but then if you have diamonds and you return that, ആ വാല്യൂ കിട്ടുകയും ചെയ്യും. So there is nothing like one is better, but I would say gold stands a little above. ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ, ന്യൂ ജനറേഷൻ, അവരുടെ ഒരു ടേസ്റ്റിൽ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ട്രഡീഷനിലേക്ക് പോവുകയാണോ, അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പുതുതായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടോ അവരുടെ തോട്ടുകൾ? ഡെഫിനറ്റ്ലി കുറേ മാറ്റങ്ങളുണ്ട്. ഇപ്പം ലൈക്ക് ഐ മെൻഷൻഡ് ഏർലിയർ ഓൾസോ, ഇപ്പം ഐ തിങ്ക് ബിക്കോസ് പീപ്പിൾ ആർ അവെയർ ഓഫ് വാട്ട്സ് ഹാപ്പനിങ് അറൌണ്ട് ദ വേൾഡ്, കല്യാണങ്ങളുടെ ഇതായാലും ഇറ്റ്സ് നോട്ട് ദാറ്റ് അങ്ങനെ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് കൂടുതൽ സ്വർണ്ണം ഇടലല്ല. അതെ കുറച്ചെണ്ണമാണ്, സ്റ്റേറ്റ്മെന്റ് പീസസ് ആണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ദേ ക്വൈറ്റ് സ്പെസിഫിക് ദാറ്റ്
ഇങ്ങനെ തന്നെ വേണം, ഇങ്ങനത്തെ സ്റ്റോൺസ് വേണം, and they want it according to their preferences. It's not that okay maximum pieces ഈ ഒരു ഇതിൽ കയറ്റണം എന്നുള്ള അതിന് കുറച്ച് അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്. And I would still say that is also good because gold as an investment is anyway good. Yeah. But there are a certain section of brides who want just a few statement pieces. അവർക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ആയാലും കുറച്ച് അവർ പെർട്ടിക്കുലർ ആണ്. So there is a changing trend. I think thanks to social media, people are more aware of what's happening. ഇപ്പം they're able to see weddings in North. They're able to see weddings even in Telangana, Andhra. അതിന്റെ കുറച്ച് ഇൻഫ്ലുവൻസസ് എനിക്ക് തോന്നുന്നു ഇപ്പൊ വരാൻ തുടങ്ങിയിട്ടുണ്ട്. And I think even jewelry that, you know, a choker that can be worn as an armlet. Yeah, multi-purpose jewelry is smarter. Appam there is, you know, we have pieces, what a piece of jewelry ആയിരിക്കും can be worn as a ഒടിയന ഇട്ടിടാം, long chain, short chain ആയിട്ട്, pendant ആയിട്ട്. So it's like you buy one and you have like 5 different pieces. അങ്ങനത്തെയും കുറേ preferences വരുന്നു. So the bottom line is there are some, you know, maybe like antique pieces or some traditional diamond pieces which has never gone out of fashion. Some brides opt for pieces like that. Some say they want multi-use all the pieces. Some bring their amameda mala, but they want a little twist to it, but they want to retain a little part of that history also. So different types of brides are there, depends on what they want at the end of the day. We provide whatever any bride wants. ഈ നടിമാരും മോഡലുകളൊക്കെ ധരിക്കുന്ന ആഭരണങ്ങൾ അത് കണ്ട് അതുപോലെ വേണം എന്ന് ചോദിച്ചു വരുന്ന ആളുകൾ പറയാറുണ്ട്. So when I think when our customer sees somebody wearing it, അതുപോലെ എനിക്ക് വേണം. അത് ജ്വല്ലറി മാത്രമല്ല കേട്ടോ, ക്ലോത്ത്സ് ആയാലും ഷൂസ് ആയാലും വെൻ യു സീ സംബഡി വെയറിങ് ഇറ്റ്, അതെനിക്ക് വേണം എന്നുള്ളൊരു തോന്നൽ അത് സ്വാഭാവികമാണ്. ഡെഫിനറ്റ്ലി നമുക്ക് അങ്ങനത്തെ റിക്വസ്റ്റ്സും വരാറുണ്ട്. വി ആർ ഹാപ്പി ടു ഒബ്ലൈജ്. ഡെഫിനറ്റ്ലി അത് വരാറുണ്ട്.